ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. ഞാൻ എന്താണ് യൂട്യൂബ് ചാനൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ASP .NETൻ്റെ ഒരു ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ ട്യൂട്ടോറിയലാണ്. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഹരി എന്നാണ്. ഞാനൊരു 2 ഇയർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ ASP .NET സ്റ്റാക്കിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ നിങ്ങളിലേക്ക് കൂടെ പകർന്നു തരാം എന്ന് കരുതി. സോ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇത് ഒത്തിരി പ്രയോജനപ്പെടും, അല്ലെങ്കിൽ ഇനി ഒരു കരിയറിലോട്ട് കാലെടുത്ത് വെക്കാൻ സോഫ്റ്റ്വെയർ ഫീൽഡ്, IT ഫീൽഡിൽ ഒരു നല്ല ജോലി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരുന്നവർക്കും ഈ .NETൽ ഒത്തിരി വേക്കൻസികൾ ഇപ്പോഴും വരുന്നുണ്ട്. ആളെ കിട്ടാനില്ല .NETൽ. ബിക്കോസ് എല്ലാവരും പഴയതാണെന്ന് പറഞ്ഞിട്ട് .NET പഠിക്കാതെ പോകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് എല്ലാവരും നോഡിൻ്റെയും മെയിനിൻ്റെയും ഒക്കെ പുറകെയാണ്. അപ്പം ആരും ASP .NET പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കമ്പനീസിൽ വേക്കൻസീസ് വരുന്നുണ്ട് ASP .NETൽ. പുതിയ പുതിയ പല പ്രൊജക്റ്റുകളും ASP .NETൽ എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിൽ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ ഒത്തിരി പ്രൊജക്റ്റുകൾ ഇപ്പോൾ ASP .NETലാണ് തുടങ്ങിയിരിക്കുന്നത്, ബാങ്കിങ്ങിൻ്റെ ഉൾപ്പെടെയുള്ള പ്രൊജക്റ്റുകൾ. സോ ഗൈസ്, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ASP .NET. സോ അത് നിങ്ങൾക്ക് എന്നെ കഴിയുന്ന വിധം നല്ല രീതിക്ക് തന്നെ എനിക്കുള്ള അറിവ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ പകർന്ന് തരുന്നതായിരിക്കും. ഞാൻ മലയാളത്തിലൊന്നും അധികം ട്യൂട്ടോറിയൽസ് ഒന്നും ഇതിൻ്റെ ലെവലിൽ കണ്ടിട്ടില്ല. സോ ഇത് നിങ്ങൾക്ക് അത്രയ്ക്കും പ്രയോജനപ്പെടും എന്നെനിക്ക് ഉറപ്പാണ്. സോ ഇന്ന് ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. അപ്പം ഇന്ന് വേറൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ ഒന്ന് എങ്ങനെ ഇത് നമ്മൾ എന്തിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബിക്കോസ് നമുക്ക് എന്ത് കോഡ് ചെയ്യണമെങ്കിലും നമുക്കൊരു ഐഡിയ വേണം. നമ്മളപ്പോൾ ASP .NET നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോ ആണ്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡല്ല, വിഷ്വൽ സ്റ്റുഡിയോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിഷ്വൽ സ്റ്റുഡിയോ 2022. നിങ്ങൾ ജസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഷോ യു. വിഷ്വൽ സ്റ്റുഡിയോ 2022 എന്ന് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ എത്തും. സോ ഇവിടുന്ന് നിങ്ങൾക്ക് ഇതെടുത്തിട്ട് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എഡിഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ അത് ഡൗൺലോഡ് ആയിക്കോളും. സോ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ അതിനുശേഷം നിങ്ങൾക്കത് ഫയലിൽ ഓപ്പൺ ചെയ്തിട്ട് നോർമലി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് നെക്സ്റ്റ് ചെയ്ത് പോയാൽ മതി. സോ ഗൈസ്, നാളെ നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്നെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുക നാളത്തേക്ക്. സോ നാളെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിതിൽ 2 പ്രൊജക്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാനേജ്മെന്റ് പ്രൊജക്റ്റും ഒരു ഇ-കൊമേഴ്സ് വെബ് ആപ്ലിക്കേഷനും. സോ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ യു ഗൈസ് വിൽ ബി ഡെഫിനറ്റ്ലി കോൺഫിഡൻറ്റ് അബൌട്ട് ASP .NET എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടുക. ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക, നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. സോ ഗൈസ്, നമ്മൾ നാളെ തൊട്ടപ്പോൾ നമ്മുടെ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ. നാളെ കാണാം ഗൈസ്. ബൈ.